ഞാനും എന്റെ നാട് പരിചയപ്പെടുത്തി തരാം, കണ്ണമ്പ്ര. നമുക്ക് അതിന്റെ വീഡിയോ ആയിട്ട് കാണാം. നമ്മളിപ്പോ നിന്ന് ഈ ഇൻട്രോ പറഞ്ഞ സ്ഥലമാണ് തോട്ടുപാലം. പണ്ട് ഇവിടുത്തെ കൃഷി ആവശ്യങ്ങൾക്കായിട്ട് പണിതൊരു പാലമാണ്. ഇന്നും കൃഷി ആവശ്യങ്ങൾക്ക് കനാലിക്ക് ഇവിടെ നിന്നാണ് കേട്ടോ വെള്ളം പോണത്. ഞാനും എന്റെ കൂട്ടുകാരന്മാരൊക്കെ ചില വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വന്നിരിക്കും. ഇവിടെ ഈ പാലത്തിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ നല്ല കാറ്റാണ്. ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് സ്മൂത്ത് ആയിട്ട് പാടത്തിന്റെ നടുക്ക് ഇങ്ങനെ ഈ പാലത്തിന്റെ മുകളിൽ ഇരിക്കും, അടിപൊളി. പിന്നെ ടൈം ആകുമ്പോൾ ഈ റോഡിൽ കൂടെ കുറെ ബസ്സുകളൊക്കെ പോകും, അതൊക്കെ കാണാൻ നല്ല രസമാണ്. പാലക്കാട് ജില്ല എടുത്ത കരിമ്പനങ്ങളില്ലാത്ത ഗ്രാമങ്ങളെ ഇല്ലാട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞാനും കൂട്ടുകാരും കൂടി അടുത്ത സ്ഥലത്തേക്ക് പോകും. കണ്ണമ്പ്ര ടർഫിക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. വന്നത് ഇവനെ കണ്ടു. ബഡിക്ക് നമ്മുടെ അടുത്ത് നല്ല സ്നേഹം. ഇനിയിപ്പോ ഇതിന്റെ ഉള്ളിൽ പെട്ടതാണ്, ആരെങ്കിലും ഇതിന്റെ ഉള്ളിൽ കയറിയപ്പോ ഗേറ്റ് അടച്ച് വിട്ടതാണോന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഗേറ്റ് തുറന്ന് അകത്ത് കയറി. ഇതാണ് നമ്മുടെ കണ്ണമ്പ്ര ടർഫ്. രാവിലെ ഒരു 6 മണി സമയത്ത് ഇവിടെ ഒരുപാട് പേര് ഓടാനും ചാടാനും വർക്കൗട്ട് ചെയ്യാനൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട്. ഞാൻ വന്നത് ഒരു 3 മണി സമയമായതുകൊണ്ട് ഇവിടെ ആൾക്കാരൊക്കെ കമ്മിയാണ്. ഒരു ആരോഗ്യമുള്ള തലമുറേനെയാണ് കണ്ണമ്പ്ര ബിൽഡ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ പന്ത് കളി തുടങ്ങി. ഇനി കുറച്ചു നേരം അത് കണ്ടിട്ടിരിക്കുക. അത് നമ്മൾ കയറുമ്പോൾ കണ്ട ആളല്ലേ. ഇതെന്താ കുടുങ്ങി എവിടേക്കാണാവോ? എന്തായാലും നല്ല സ്നേഹം ഉണ്ട് കേട്ടോ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു ബിസ്ക്കറ്റ് മേടിച്ചിട്ട് വരണം. കണ്ണമ്പ്ര ടർഫിന്റെ മുകളിലായിട്ടാണ് ഈ ഒരു ചർച്ച്. താഴത്തേക്ക് വന്ന ഈ ഒരു കപ്പേളി, പിന്നെ അക്ഷയ സെന്റർ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ നമ്മൾ ഇടയ്ക്ക് ചായ കുടിക്കാൻ വരുന്ന കടയിൽ വന്ന് 2 ചായ പറഞ്ഞു. അവിടെ നിന്ന് നമ്മൾ നേരെ വന്ന് പിന്നെ നമ്മുടെ കണ്ണമ്പ്ര അമ്പലത്തേക്കാണ് കേട്ടോ. നമ്മുടെ ഈ ശ്രീ കുറുമ്പ ഭഗവതി അമ്പലത്തോടനുബന്ധിച്ചിട്ടാണ് കേട്ടോ അവിടെ വേല കഴിക്കുക. അത്യാവശ്യം വലിയ വെടിക്കെട്ട് നിറയെ ആനകളൊക്കെ ഉള്ള പരിപാടിയാണ്. നമ്മളിനി അമ്പലത്തിൽ നിന്ന് പോണത് നേരെ വാവുമലയ്ക്കാണ് കേട്ടോ. നമ്മളങ്ങനെ വാവുമലേന്റെ താഴ്ഭാഗം എത്തി. ഈ കാണുന്ന കാടിന്റെ ഇടയിൽ കൂടെ ഒരു വഴിയുണ്ട്. ആ വഴി കയറിയാലാണ് വാവുമല. ഇതാണ് ആ വഴി. ഈ വഴി കൂടെ മോളിക്ക് കയറും. ഇതാണ് വാവുമല. വാവുമലേന്റെ മോള് ഭാഗം ഫുള്ള് പാറയാണ് കേട്ടാ. പാറക്കുന്നാണ് ഇത്. ശരി, മോളും താഴത്തേക്ക് നോക്കിയാൽ നല്ല വ്യൂ ആണ് കേട്ടാ. കാടും മലയും കുറെ കാണാം. കുതിരാന്റെ ആ മലയൊക്കെ ഇതിന്റെ മുകളിൽ നോക്കി കാണാന്നാണ് കേട്ടോ പറയുക. 1500 വർഷം പഴക്കമുള്ള ശിവലിംഗമാണ് കേട്ടോ ഈ കാണുന്നത്. കേരളത്തിന്റെ കൈലാസം എന്ന് അറിയപ്പെടുന്ന സ്ഥലവും കൂടിയാണ്. ടൂറിസം വകുപ്പിന്റെ അണ്ടറിൽ എന്തൊക്കെയോ പദ്ധതികളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ചിലപ്പോ ഇനി ഇതുപോലെ ഫ്രീ ആയിട്ടൊന്നും കയറി കാണാനൊന്നും പറ്റില്ല. അതുകൊണ്ട് വീട്ടില് കൂട്ടുകാരോ വിരുന്നുകാരോ ആരെങ്കിലും ഒക്കെ വന്നാൽ നമ്മൾ അവരിനെയും കൊണ്ട് വൈകുന്നേരം ഇങ്ങോട്ട് വരും കേട്ടോ. ഇവിടെ കണ്ട ഈ ഒരു പാറയിൽ കാൽപാദം കൊത്തി വെച്ചിരിക്കുന്നത്. ഇത് ശിവന്റെ കാൽപാദം എന്നൊക്കെ പറയാറുണ്ട്. ഈ കാണാണ് കേട്ടോ പരിവാശ്ശേരി ഷാപ്പ്. പാടത്തിന്റെ നടുക്കായിട്ടുള്ള ഒരു ഷാപ്പാണിത്. ഇപ്പൊ പാടത്തിൽ കൊയ്ത്തൊക്കെ കഴിഞ്ഞു. അതിന് മുന്നേ വന്ന ഫുള്ള് പച്ചപ്പായിരിക്കും. ഈ ഭാഗത്തായിട്ട് ഒരു കുളമുണ്ട്. ഫുള്ള് പായലൊക്കെ വന്ന് മൂടിയിട്ടുള്ള ഒരു കുളം. ഇത് കണ്ട പാടം പോലെയൊക്കെ ഇരിക്കും, പക്ഷെ അല്ല കേട്ടോ, അതൊരു കുളമാണ്. ശരിക്കും നാടിന്റെ ഭംഗിയാണെങ്കിൽ ഒരുപാടൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയാൽ മതി. ഒരുപാട് ആൽത്തറകളും കാവൊക്കെ ഉള്ള ഒരു ചെറിയ നാട്. ഈ ഒരു പാടം കണ്ട, ഈ പാടത്തിന്റെ നടുക്ക് കൂടെ പോണ റോഡിലാണ് കേട്ടോ അച്ഛൻ നടക്കാൻ വരിക. ഈ റോഡിന്റെ ഇരുവശത്തും വയലാണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേര സമയങ്ങളിൽ അത്യാവശ്യം നല്ല കാറ്റും ഉണ്ടാവും. കാറ്റൊക്കെ കൊണ്ട് നടക്കാൻ നല്ല ഫീലാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് പോണത് ഒരു ശിവൻകോവിലേക്കാണ് കേട്ടോ. അത്യാവശ്യം പഴക്കമുള്ള ഒരു ശിവൻകോവിലാണിത്. അമ്പലത്തിന്റെ പിൻവശത്തായിട്ടുള്ള ഒരു കവാടമാണ് കേട്ടോ നമ്മളിപ്പോ കാണുന്നത്. ഇതൊക്കെ പണ്ട് ജന്മി ഭരണ സമയത്തുള്ളതായിരുന്നു തോന്നുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ശിവൻകോവിൽ. ഈ ഒരു അമ്പലത്തിന് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് അറിയില്ല, പക്ഷെ നല്ല പഴക്കമുണ്ട്. അമ്പലത്തിന്റെ ചുറ്റുവറൊക്കെ ഒരു പുരാതന ടച്ചാണ് കേട്ടോ. പിന്നെ വൈകുന്നേര സമയത്ത് ഇതുപോലുള്ള ഒത്തുകൂടലൊക്കെ നമ്മുടെ നാട്ടിൽ പതിവ്. ഒരുപാട് നല്ല മനുഷ്യരുള്ള സ്നേഹമുള്ള ഒരു ചെറിയ നാടാണ് കേട്ടോ നമ്മുടെ. ഓട്ടോന്റെ ബാഗിൽ കൂടെ കൈ കാണിച്ച് സ്കൂൾ വിട്ട് വരുന്ന ഞാനും ഇതുപോലെ ചെറുപ്പത്തിൽ കുറെ ടാറ്റോ കൊടുക്കും. അങ്ങനെ കണ്ണമ്പ്ര പള്ളിന്റെ ഉമ്മറത്ത് കൂടെ നേരെ കൂട്ടുകാരന്റെ അച്ഛമ്മയാണ് കേട്ടോ. എന്നെ കണ്ടത് നേരെ വിശേഷം ചോദിക്കാൻ വരികയാണ്. അങ്ങനെ ഊര് ചുറ്റിലൊക്കെ കഴിഞ്ഞ് കൂട്ടുകാരന്റെ പട്ടിക്ക് ഷെയ്ക്കാൻ കൊടുത്ത് ഞാൻ നേരെ വീട്ടിൽ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.